നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ രാജ്യത്തെ എല്ലാ പാർട്ടികളും ഒരുക്കങ്ങളും പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്. പ്രധാനമായി ബിജെപിയും കോൺഗ്രസും തമ്മിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. പല പ്രമുഖ നേതാക്കളെയും രംഗത്തിറക്കിക്കൊണ്ടാണ് ഇത്തവണ ബിജെപിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് ഉറപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇരു പാർട്ടികളുടെയും മുൻപിലുള്ളത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല ചാനലുകളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാറുണ്ട്. ചിലതിൽ കോൺഗ്രസിന് മുൻതൂക്കം ഉണ്ടാവുമ്പോൾ ചിലതിൽ ബിജെപി ആവും മുന്നിട്ട് നിൽക്കാറ്. എന്നാൽ ചിലപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ മലർത്തിയടിച്ചുകൊണ്ടുള്ള റിസൾട്ടും വരാറുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പല ചാനലുകളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ ആരംഭിച്ചു. അത്തരത്തിലൊരു സർവേ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതും ഒരു ബിജെപി അനുകൂല ചാനലിന്റെ സർവേ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ബിജെപി ഇപ്പോൾ എന്ന് തന്നെ പറയാം. മാത്രമല്ല, പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലം ഉത്തർപ്രദേശിലെയാണ് എന്നതും ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം. യോഗി ആദിത്യനാഥിന്റെ ഭരണമാണ് അവിടെ. ബിജെപിയുടെ ചിരകാല സ്വപ്നമായ രാമക്ഷേത്രവും ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള പ്രചാരണങ്ങളും സജീവമാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യ സഖ്യവുമായാണ് തിരഞ്ഞെടുപ്പിന് ബിജെപി നേരിടുന്നത്. രാമക്ഷേത്ര നിർമ്മാണവും ഉദ്ഘാടനവുമെല്ലാം കുറെ കാലമായുള്ള ബിജെപിയുടെ ആയുധമാണ്. അത് യാഥാർത്ഥ്യമായതോടെ വിശ്വാസികളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന വിശ്വാസമാണ് ബിജെപിക്കുള്ളത്. എന്നാൽ എല്ലാ തയ്യാറെടുപ്പുകളും പ്രതീക്ഷയും തെറ്റിക്കുന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സർവേ പറയുന്നതനുസരിച്ച് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഭൂരിപക്ഷത്തോടെ ജയിക്കാനാവുമെന്നാണ്. 62% കോൺഗ്രസിന് പിന്തുണ, ബിജെപിക്കാകട്ടെ 35%. ഇതേ ചാനലിന്റെ ജൂൺ മാസത്തിലെ സർവേ റിപ്പോർട്ട് പ്രകാരം ബിജെപി ആയിരുന്നു മുൻപന്തിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നൊക്കെയായിരുന്നു അന്ന് പ്രവചിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ഈ സർവേ കണ്ടു ബിജെപി ഞെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ചുരുക്കം. ബിജെപിക്ക് സർവേ എന്തായാലും തിരിച്ചടി നൽകുന്നതാണ്. ഉത്തർപ്രദേശിൽ ഇത്തവണ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സീറ്റ് പങ്കിടുന്ന ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത്. ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. ബിജെപിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനായി ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുന്നതും. പക്ഷേ ന്യൂനപക്ഷ വോട്ടും ഹൈന്ദവ വോട്ടും യുവജനങ്ങളെയും ലക്ഷ്യമായിട്ടുള്ള പ്രചരണങ്ങളാണ് ബിജെപി ലക്ഷ്യം വെച്ചത്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ചാനൽ സർവേ പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും സർവേ കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോഴത്തെ യുപിയിലെ അവസ്ഥ. ഇന്ത്യയെ രാമരാജ്യമാക്കണം എന്ന പ്രഖ്യാപനവുമായി വോട്ട് തേടിയിറങ്ങുന്ന ബിജെപിയെ മനസ്സിലാക്കിയവരാണ് ഇപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്നത് എന്നത് സത്യം. എന്തായാലും ബിജെപിയുടെ കപട രാഷ്ട്രീയം യുപിയിലെ ജനങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടു എന്നതാണ് സർവേയിലൂടെ തെളിയുന്നത്.